പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പേടിച്ചു പോയി. എല്ലാവരും പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനങ്ങളിൽ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് ഇത്രയും ആഴമായ ചിന്തകളുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ബഹുമാനപ്പെട്ട ബ്രദർ പുതിയ നിയമവുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ സത്യത്തിൽ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന നിഗൂഢത എനിക്ക് വളരെ വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. അതുപോലെ തന്നെ ഞാൻ ജ്ഞാനത്തിന് വേണ്ടി 2 വർഷത്തിലധികമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സത്യത്തിൽ ജ്ഞാനം യേശുവാണ് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാം നമുക്കറിയാം. പക്ഷെ ജ്ഞാനം മറ്റെന്തോ ഒന്നായിരുന്നു എന്നായിരുന്നു എൻ്റെ വിചാരമായിരുന്നത്. ജ്ഞാനം മറ്റെന്തോ ആണ് എന്ന് വെച്ചാൽ ദൈവം നമുക്ക് നൽകുന്ന ദൈവിക രഹസ്യങ്ങൾ അടങ്ങുന്നത്. പക്ഷെ അത് യേശു ക്രിസ്തുവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ ഇദ്ദേഹം ആക്കിയപ്പോൾ ഞാൻ 2 വർഷം മുമ്പ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ ആഴമായ ഒരു ദൈവാനുഭവത്തിലേക്ക് വരാൻ പറ്റി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ യേശയ്യാ പ്രവചനം 51 അധ്യായം 1-2 വാക്യങ്ങൾ, പാറ പിന്നെ ഖനിഗർഭം. ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് യേശയ്യാ പ്രവചനവും ഈ വചനമെല്ലാം. പക്ഷേ അതിങ്ങനെ ഒരു അർത്ഥത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് സഹോദരങ്ങൾ, അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാറുണ്ട്, സാറായുടെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ പത്രോസിനോട് കർത്താവ് പറഞ്ഞു ഈ പാറ. അപ്പം യേശയ്യാ 51 പറയുന്ന ആ പാറയാണ് ഈ പാറ എന്ന് ഉള്ള ഒരു വലിയ ബോധ്യം എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. വളരെ ശക്തമായിട്ട് എൻ്റെ മനസ്സിൽ. പിന്നെ അതിനകത്ത് സാറാ വഹിച്ച അല്ല സാറായുടെ ഉദരത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ആ വചനത്തിൽ കിടപ്പുണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ചിന്തകൾ, ഒരുപാട് ബോധ്യങ്ങൾ ഈ ധ്യാനത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും പറഞ്ഞോട്ടെ എന്ന് എഴുതിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.